എന്തുകൊണ്ടാണ് ഇങ്ങനെ കേസെടുക്കാനൊരു നിയമതടസ്സം അല്ലെങ്കിൽ എന്താണ് അതൊരു നിയമവശമാണ്? യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് നേരെ ഒരു അതിക്രമം നടന്നു കഴിഞ്ഞാൽ ആ അതിക്രമത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അൾട്ടിമേറ്റായിട്ട് ആ സ്ത്രീക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എത്രയോ വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം തന്നെ ഇവിടെ ഒരുപാട് റേപ്പുകൾ നടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ റിപ്പോർട്ടഡ് കേസസ് ആയി ഇട്ട് വരുന്നത്, പോലീസിൽ പരാതിപ്പെടുന്നത് അതിൻ്റെ വളരെ ചെറിയൊരു ശതമാനമാണ്. അതിൻ്റെ വളരെ ചെറിയ ശതമാനമാണ് കോടതികളിൽ കൺവിക്റ്റ് ചെയ്യപ്പെടുന്നതെന്നുള്ള ഒരു റിപ്പോർട്ട് എത്ര കാലമായിട്ട് രാജ്യത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു തൊഴിലിടത്തിൽ ലൈംഗികാതിക്രമം നടന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധിക്കുന്ന കമ്മിറ്റി ICക്ക് മുമ്പാകെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ പ്രിലിമിനറി എൻക്വയറിയുടെ ഭാഗമായിട്ട് നമ്മൾ നിശ്ചയിക്കണം ഈ പരാതി പോലീസിലേക്ക് അയക്കണോ വേണ്ടയോ എന്നുള്ളത്. ഈ പരാതി കിട്ടിയപാടുള്ള കമ്മിറ്റി അല്ല ഡിസൈഡ് ചെയ്യേണ്ടത്, മറിച്ച് പരാതിക്കാരിയോടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെമഡി മാത്രമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ല ഈ പരാതി പോലീസിലേക്ക് അയക്കണോ? പരാതി പോലീസിലേക്ക് അയക്കണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ പരാതി ഫോർവേഡ് ചെയ്യുക. അത് വേണോ വേണ്ടിയോ എന്നുള്ളത് ഈ സ്ത്രീയുടെ ചോയ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പരാതിക്കാരിയാവുന്ന സ്ത്രീ വേണ്ടതില്ല, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെമഡി മാത്രം മതി എന്നാണ് നിശ്ചയിക്കുന്നതെങ്കിൽ ഇത് പോലീസിന് മുന്നിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതില്ല എന്ന് എഴുതി വാങ്ങുന്നതോടുകൂടി ആ പ്രൊസീജിയർ അവസാനിക്കുകയാണ്. ചിലപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ പോയാൽ ജീവപര്യന്തം വരെ തടവ് കിട്ടുന്ന, ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റകൃത്യമായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. പക്ഷേ ഇത് ചൈൽഡിൻ്റെ കാര്യമാകുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. പോക്സോ നിയമം പ്രകാരം ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ നമ്മൾ പോലീസിൽ ഇത് പോലീസിൽ പരാതിപ്പെടണോ വേണ്ടിയോ എന്നുള്ള ഡിസ്ക്രിപ്ഷനൊന്നും കുട്ടിക്കെടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇത് പിന്നെ ഇപ്പോൾ ഡോക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധ്യാപകർ അറിഞ്ഞു കഴിഞ്ഞാൽ, കൗൺസിലർ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഇമ്മീഡിയറ്റ്ലി പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നോൺ റിപ്പോർട്ടിങ് ഈസ് എ ക്രൈം എന്നാണ്. സത്യത്തിൽ ഇത് രണ്ടും കൂടിയുള്ള ഒരു കൂടിക്കുഴഞ്ഞിട്ടാണ് പലപ്പോഴും മാധ്യമപ്രവർത്തകരായാലും ഇന്ന് ഈ കാണുന്ന പുകിലുകൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഒരു അഡൾട്ടായിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ നടന്നിട്ടുള്ള ഒരു ലൈംഗികാതിക്രമം സംബന്ധിച്ച് ഏത് രീതിയിലുള്ള ഒരു മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് നിശ്ചയിക്കാം. ഇപ്പോൾ നമ്മൾ മീ ടു ക്യാമ്പയിൻ നോക്കുക. മീ ടു ക്യാമ്പയിനിൽ ഒരു സ്ത്രീ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവരനുഭവിച്ച ഒരു ലൈംഗികാതിക്രമത്തെക്കുറിച്ചൊരു പരാതി പറയുമ്പം ആ നിമിഷം പോലീസ് കേസെടുക്കുന്നില്ലല്ലോ. പരാതിക്കാർ തന്നെ പോലീസിൽ പരാതിപ്പെട്ടാൽ മാത്രമേ പോലീസ് കേസെടുക്കുന്നുള്ളൂ. അല്ലാണ്ട് മാധ്യമങ്ങളിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ മീ ടു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടോ ഒരാൾക്കെതിരായിട്ട് ഒരു അലിഗേഷൻ റേസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു കേസ് പോലീസ് സുമോട്ടോ വന്ന് എടുക്കാത്തത്. ആളുകളിപ്പോൾ പറയുന്ന ലളിതകുമാരി കേസിനകത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, സ്ട്രീറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷെ ഇത്തരം കേസുകൾക്കകത്ത് സ്ത്രീയുടെ ഒരു ഡിസ്ക്രിഷണറി പവർ പ്രധാനം തന്നെയാണ്. മറ്റൊന്ന്, ഈ സിനിമാ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് പരാതികൾ പോലീസിന് മുന്നിൽ എത്തണം തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ പരാതിപ്പെടാൻ പര്യാപ്തമാക്കും വിധം പരാതിക്കാരികളെ എക്യുപ്ഡ് ആക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഒരു പഠന കമ്മിറ്റിയുടെ മുമ്പാകെ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ എല്ലാ കോൺഫിഡൻഷ്യാലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യും, ഇതിൻ്റെ സ്വകാര്യത മുഴുവൻ കാത്തുസൂക്ഷിക്കും, നിങ്ങളുടെ പേര് പുറത്തു പോകില്ല, ഈ ഇൻസിഡൻറ്റ് പുറത്തു പോകില്ല എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് പുറത്തു പോകില്ല എന്നുള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്ത് മാത്രം പറഞ്ഞതാണ്. അതിനി പുറത്തു പോകുക എന്നുള്ളത് ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു എംബരസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. അവർ ഈ പരാതി പ്രിഫർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരോടെങ്കിലും ചോദിക്കേണ്ട ഒരു പ്രാഥമിക ബാധ്യതയുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മിറ്റി പഠനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നടപ്പിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നൊരു കാര്യം ഇതിനകത്തെ പുറത്തുവിടാത്ത പേജുകൾക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ആ പരാതിക്കാരികൾ പോലീസിൽ പരാതി പ്രിഫർ ചെയ്യുന്നുണ്ടോ എങ്കിൽ എങ്ങനെയാണോ ഇപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ട നടിക്കൊപ്പം ഈ കേരളം നിന്നത്, സംസ്ഥാന സർക്കാർ നിന്നത്, പ്രതി എത്ര പ്രബലനാണെങ്കിലും ജയിലിൽ കിടക്കുമെന്ന് കാണിച്ചു കൊടുത്തത്, അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റ് ഈ പറയുന്ന വെളിപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളോടൊപ്പം നിൽക്കാൻ തയ്യാറാകണം. നേരെ മറിച്ച് അവരത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർക്കൊരു കുടുംബജീവിതം, അവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫ്, ഈ സിനിമാ ഫീൽഡിലെ ലൈഫ് അതൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകും എന്നൊക്കെ കരുതും വിധമുള്ള പ്രയാസങ്ങളിലാണ് ഈ സ്ത്രീകളെങ്കിൽ നമ്മൾ അവരെ അനാവശ്യ വ്യവഹാരങ്ങളിലേക്ക് വലിച്ചിടാൻ വേണ്ടി പാടില്ല. സ്വമേധയാ കേസ് എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈൽഡ് ആണെങ്കിൽ കഴിയും. അഡൾട്ടായിട്ടുള്ളൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം
ഒരു ഡിഫക്റ്റ് കംപ്ലൈനൻ്റ് ആയിട്ട് അവർ നിലകൊള്ളണം. ഒരു നിയമത്തിൻ്റെ പ്രോസസ്സിലേക്ക് അവർ കാലെടുത്ത് വെക്കാൻ തയ്യാറാകണം. കാലെടുത്ത് വെക്കാൻ തയ്യാറല്ലാത്ത ഒരാളെ നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് വലിച്ച് ഇട്ട് അതിലേക്ക് ആ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അവർ സന്നദ്ധമാകണം തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അവരെ സന്നദ്ധരാക്കാൻ അവർക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ നീക്കാൻ സംസ്ഥാന സർക്കാർ അവരെ കൂടെ നിൽക്കണം. നിലവിൽ ഇപ്പോൾ ചോദിക്കുന്നത് ഇത്തരമൊരു ക്രൈമാണ് നടന്നിട്ടുള്ളത്, ഇതൊരു ക്രൈമാണ്. അപ്പം കൃത്യമായ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ ഒരു ക്രൈമിൽ ഉൾപ്പെട്ട ആളുകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർ പുറത്തു വരണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന ക്രിമിനൽസിൻ്റെ മുഖം മുഴുവൻ പുറത്തു വരണം. ക്രിമിനൽസിൻ്റെ മുഖം പുറത്തു വരുമ്പം ഏതൊരു സ്ത്രീയും അവരവരുടെ ജീവിതത്തെ റിസ്ക് ചെയ്തുകൊണ്ടാണ് ഒരു ലീഗൽ ഫൈറ്റിലേക്ക് ഇറങ്ങുന്നത്. ആ ലീഗൽ ഫൈറ്റിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകളെ നമ്മൾ തള്ളിയിടാൻ വേണ്ടി പാടില്ല. അതിലേക്ക് ഇറങ്ങാൻ അവരെ എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഈ റിപ്പോർട്ട് കിട്ടിയവിടെ സംസ്ഥാന സർക്കാർ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുക എന്ന് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. നേരെ മറിച്ച് അതിൽ പരാതിക്കാരികളാകാൻ സാധ്യതയുള്ള സ്ത്രീകളെ പരാതിക്കാരികളാക്കാൻ നിയമത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കുമെന്നുള്ളത് സംസ്ഥാന സർക്കാർ പറയണം. അവരുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇത് കിട്ടിയപാട് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരുതരം ടെക്നിക്കലി സംസാരിക്കുന്നത് ഈ നിയമത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടും ആ സ്ത്രീകളുടെ ജീവിതത്തെ പരിഗണിച്ചുകൊണ്ടും പറയുന്ന സമയത്ത് അതിൽ വലിയ അനൗചിത്യം ഉണ്ട് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് പെരുമാറണമെന്നാണ് ലീഗൽ സൈഡിൽ നിൽക്കുന്ന സമയത്തും അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്തും നമുക്ക് തോന്നിയിട്ടുള്ളത്. WCC തന്നെ പറഞ്ഞല്ലോ, ഈ പഠന റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവരുടെ കൂടി അഭിപ്രായങ്ങൾ മാനിച്ചിട്ട് മാത്രമേ ഒരു ലീഗൽ ഫൈറ്റിലേക്ക് അവരെ എടുത്തെറിയാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള കാര്യം അവർക്ക് വേണ്ടി സംസാരിച്ചൊരു സംവിധാനം തന്നെ പറഞ്ഞിട്ടുണ്ട്.